ശ്രീ സി കെ ഷാക്കിർ സൈക്കോളജിക്കലായുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് LDF-നുണ്ട്. കാരണം ആദ്യം പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. ശ്രീ സി കെ ഷാക്കിർ, നിസ്സാര കാര്യമല്ല. തർക്കങ്ങളില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. പിന്നെ ഏത് സ്ഥാനാർത്ഥി പട്ടിക വന്നാലും ചില അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്കൊരു പട്ടിക പോലും ഇതുവരെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം കോൺഗ്രസ് ഇതുവരെ ചർച്ച പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ്. അവിടെ മുതിർന്ന നേതാവ് KPCC മുൻ പ്രസിഡന്റ് കെ സുധാകരൻ്റെ ഇടഞ്ഞു നിൽക്കൽ അതൊരു വിഷയമായി മാറിയിട്ടുണ്ട്. അത് നിസ്സാര കാര്യമല്ല. ലീഗിനും പട്ടിക പുറത്തിറക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലീഗിൽ ഏതാണ്ട് പട്ടിക പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഒന്നിച്ചു വരട്ടെ എന്നുള്ളതായിരിക്കണം. ശരി, അല്ല, CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നേതാക്കന്മാർ പാർട്ടി വിടുന്നത് ഒന്നൊന്നായി നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളും പട്ടിക പുറത്തിറക്കുന്നു. എന്നാൽ നാട്ടിക MLA മുകുന്ദൻ ഉൾപ്പെടെ MLA ആയി സിറ്റിംഗ് MLA BJP-യിലേക്ക് പോകുന്ന അതിദയനീയമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഗതിയുടെ കൃത്യമായ ഉദാഹരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. S. രാജേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഇന്ന് BJP-യുടെ ടിക്കറ്റിൽ മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ 10 വർഷത്തെ ദുർഭരണം എന്തായിരുന്നു എന്ന് ഇന്ന് തളിപ്പറമ്പിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് TK ഗോവിന്ദൻ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു. അദ്ദേഹം നേരത്തെ നമ്മളെല്ലാവരും ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, ഇത്രയും കാലം ശരിയായ കമ്മ്യൂണിസ്റ്റായി ജീവിച്ച അദ്ദേഹം MB ഗോവിന്ദൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാനെടുത്തിട്ടുള്ള തീരുമാനം ശരിയല്ല, അത് ഒരു പ്രത്യേകതരം താല്പര്യത്തിൻ്റെ പുറത്താണ്, അഴിമതിയും സ്വജനപക്ഷപാതവും മറച്ചു വെക്കാനുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവ് വിജയരാഘവൻ്റെ ഭാര്യയായ ബിന്ദുവിനെ, അന്ന് വിജയരാഘവൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ചാർജിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചു, മന്ത്രിയാക്കി. ഇത്തവണ അതോടൊപ്പം ഇപ്പോഴത്തെ സെക്രട്ടറി MB ഗോവിന്ദൻ്റെ ഭാര്യയെയും മത്സരിപ്പിക്കുകയാണ്. ഇത് CPM-ൻ്റെ അണികളുടെയോ പ്രവർത്തകരുടെയോ താല്പര്യത്തിലല്ല, ഇതൊരു പ്രത്യേകതരം താല്പര്യത്തിലാണ്. CPM-ലെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ നാട് കടത്തുകയാണ്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന 75 വയസ്സുള്ള അവരുടെ മുതിർന്ന നേതാവിനെ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക്, ഒരു വിജയസാധ്യത പോലും ഇല്ലാത്ത പേരാവൂരിലേക്ക് നാട് കടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയോ മുസ്ലിം ലീഗോ കോൺഗ്രസോ അല്ല. അത് CPM-ൻ്റെ ഇത്രയും കാലം അതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസല്ല. ഇന്ന് കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ രംഗത്ത് വന്നിട്ടുള്ള നമുക്കറിയാം, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളറിയാം, അവർ നിരത്തിയിട്ടുള്ള തെളിവുകളെ അറിയാം. അതുപോലെ തന്നെ G. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാനിരിക്കുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന കേരളത്തിലെ തന്നെ പിണറായി വിജയൻ കഴിഞ്ഞാലുള്ള ഒരു നല്ല അവശേഷിക്കുന്ന മാന്യനായ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് നിങ്ങൾ നേരത്തെ സത്യസന്ധമായി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. 23-ാം തീയതി വരെ നോമിനേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. ഇത് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഏറ്റവും ജനങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല സ്ഥാനാർത്ഥികളെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വൈകാതെ അവതരിപ്പിക്കും. അതിൻ്റെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ കൃത്യമായി എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് ഇന്ന് അല്പസമയം മുമ്പ് മലപ്പുറത്ത് അദ്ദേഹം. ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. മങ്കടയിൽ തന്നെ നിങ്ങൾക്കും വിഷയമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, പ്രാദേശികമായ വിഷയങ്ങളല്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമായും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ ഒരുപാട് അഭിപ്രായങ്ങൾ ചേർന്ന് ഒരു തീരുമാനമാകുന്നതാണ് ജനാധിപത്യം എന്നുള്ളത്. അല്ല, CPM അങ്ങനെയല്ല. അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുപ്രീം നേതാവ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുകയും, എന്നാൽ തങ്ങൾ താഴെ തട്ട് മുതൽ ഇന്ന് നിങ്ങൾക്കറിയാം, മലപ്പുറത്ത് എല്ലാ സംസ്ഥാന ഭാരവാഹികളെയും മങ്കടയിൽ സ്ഥാനാർത്ഥി ആരെന്ന് പോലും തീരുമാനമായിട്ടില്ല. അതിനു മുൻപ് തന്നെ ഒരു പ്രധാനപ്പെട്ട രാജി അവിടെ നടന്നു എന്നുള്ളതാണ്. രാജിയാണോ പുറത്താക്കുകയാണോ ചെയ്തത് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെ? അവിടെ അല്ല, രാജ്യം സംഭവിച്ചിട്ടില്ല, പുറത്താക്കൽ നടന്നിട്ടില്ല. മഞ്ജുഷയെ തെറ്റിദ്ധരിച്ചതാണ്. അവിടെ പാർട്ടി അച്ചടക്കം വളരെ പ്രധാനമാണ്. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഏറ്റവും മനോഹരമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും മാന്യത കൽപ്പിക്കുന്ന ഒരു നല്ല അച്ചടക്ക ജനാധിപത്യ രീതിയാണ് മുസ്ലിം ലീഗിലുള്ളത്. അപ്പോൾ അച്ചടക്ക വിരുദ്ധമായി സോഷ്യൽ മീഡിയയിലും സമൂഹമൊക്കെ പ്രതികരിച്ചതിന് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നല്ലാതെ അവിടുത്തെ വേറെ തരത്തിലുള്ള ഒരു പുറത്താക്കലോ രാജ്യമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പട്ടിക വരുന്നതിന് മുൻപ് തന്നെ നടപടി തുടങ്ങി എന്ന് പറയേണ്ടി വരും. പട്ടിക വരുന്നതിന് മുൻപ് തന്നെ നടപടി തുടങ്ങി.
അല്ല, അത് പട്ടികയുമായി ബന്ധപ്പെട്ട നടപടിയല്ലല്ലോ. പട്ടികയുമായി ബന്ധപ്പെട്ട നടപടിയല്ലല്ലോ. അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. പിന്നെ ഏതെങ്കിലും വ്യക്തികളോട് അങ്ങനെ മഞ്ഞളാംകുഴിയാൽ സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴല്ലേ അറിയാനിരിക്കുന്നുള്ളൂ. അതുവരെ ആരാണ് സ്ഥാനാർത്ഥി എന്ന് ആർക്കറിയാം? അല്ല, പരിഗണിക്കുന്ന പേരുകൾ നിങ്ങൾ ചാനൽ 2 മാസമായി കേരളത്തിലെ എല്ലാ ചാനലുകളും അവിടെ തിരുവമ്പാടി അങ്ങോട്ട് കൊടുത്ത്, പിന്നെ തവനൂർ ഇങ്ങോട്ടെടുത്ത്, അല്ലെങ്കിൽ പട്ടാമ്പി അവിടെ കൊടുത്ത്, മുസ്ലിം ലീഗിൽ ഈ സ്ഥാനാർത്ഥി എത്ര നിങ്ങൾ മാറ്റി പറഞ്ഞു? ന്യൂസ് 18 മറ്റ് ചാനലുകളൊക്കെ ആധികാരികമായി പറഞ്ഞു. എല്ലാം മാറ്റേണ്ടി വന്നിട്ടില്ലേ? മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരും അംഗീകരിക്കുന്ന വളരെ എന്താ പറയുക, പിന്നെ മനോഹരമായ രീതിയിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.